അങ്ങനെ പവനായി ശവമായി എന്തൊക്കെ ബഹളമായിരുന്നു. കൂലി കണ്ടു. ഒരു വഴിക്ക് ഞങ്ങളെ ഇന്നത്തെ കൂലി പോയല്ലടാ. എന്തൊരവസ്ഥയാണ്. മലപ്പുറം കത്തി, മെഷീൻ ഗണ്ണ്, ബോംബ്, ഒലക്കര മൂട്. ഇത്രയും ഹൈപ്പ് വെച്ച് ആൾക്കാരെ മൊത്തം വലിപ്പിക്കാൻ വേണ്ടിട്ട് എന്താ പറയാ, സോപ്പാണ് 150 രൂപ പോയി. എന്തൊക്കെ ഒരു ഒളിമ്പിക്സിനുള്ള തയ്യാറെടുപ്പുകളായിരുന്നു, എല്ലാം ചീറ്റിപ്പോയി. എന്തെന്നാണ് ചെയ്തു വെച്ചേക്കുന്നത്. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ ചെറുട്ടമാ. പണി വെച്ചിറക്കാൻ പ്രതീക്ഷിച്ചത്രയൊന്നുമില്ല, ഹൈപ്പിന് ഉള്ളതൊന്നുമില്ല. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ, പക്ഷെ അങ്ങനെ വന്നല്ലോ. വെറുതെ എന്തൊക്കെയാ കാട്ടിക്കൂട്ടി വെച്ചിരിക്കുക. ഈ അമീർ ഖാനൊക്കെ എന്ത് തേങ്ങാപ്പിണ്ണാക്കിലാണ് ഈ പടത്തിൽ പിടിച്ചിട്ട് ഒരു കൊടുത്തൂല്ല. എന്ത് കാര്യത്തിനാണത്? നീയൊക്കെ കൂടി എന്നെ ബലിയാടാക്കണം. ലോകേഷേ, ഞങ്ങളുടെ കയ്യിലും ജയിലറിന്റെയും തപ്പെടുത്തു കഴിഞ്ഞാൽ കൗരവറിന്റെ ഫീഡ് ഞങ്ങൾക്ക് കിട്ടും. നോക്കിയാൽ കലിപ്പ് തീരുണ്ടോ ദൈവമേ. അവന്റെ മോത കണ്ടില്ലേ, ഈ എരുമയെ കൊണ്ട് ചവിട്ടിപ്പിക്കട്ടെ പന്നി. ഉൾട്ടപ്പനായ പേര് കേട്ട അമീർ ഖാൻ സാറിനെ കൊണ്ടുവന്നിട്ട് നേഴ്സറി പഠിക്കുന്ന അമ്പമാടി LKG പിള്ളേരെ പോലെ ആക്കിയിട്ട് ചളമായെന്നാ തോന്നുന്നത്. ഏത് നായകനല്ലേ? ആര്? രജനി. സോപ്പാണ്. ഇതേതാണ്ട് എലിക്കണിയിൽ സുന വെട്ടതുപോലെ. സുന വെട്ട എടുക്കാനും പറ്റില്ല, കെണി ചുമന്നുകൊണ്ട് നടക്കുകയും ചെയ്യണം. ഒരു ബീഡി കത്തിച്ച് കൊടുക്കണം. ബീഡി ബീഡി പടം ഇന്റർവെല്ലിൽ സീറ്റിൽ നിന്ന് എഴുന്നേക്കുന്ന് കാണുമെന്നാ പറഞ്ഞ, പക്ഷെ ഞാനൊക്കെ സീറ്റിൽ എഴുന്നേന്നു. ഇംപ്രസ് ചെയ്യാൻ പോയിട്ട് ഡിപ്രസ്ഡ് ആയ അവസ്ഥയല്ലോ. ഫയറാണോ? വെറും വേസ്റ്റ് ഒരു വായിക്കൊള്ളുന്നില്ല പടം. എത്ര ആലോചിച്ചിട്ട് എനിക്ക് പിടുത്തം കിട്ടുന്നില്ല, എങ്ങനെ നമ്മളെ പടം ഇങ്ങനെ പൊട്ടിപ്പോയിരുന്നു. എല്ലാം കൊണ്ടും തികഞ്ഞ സിനിമ, തികച്ചു തന്നിട്ടുണ്ട്. ഇത്രയും വൃത്തികെട്ട ഒരു പടമാണ് വർമ്മയുടെ വരവ് എന്നും പറഞ്ഞ് പടച്ചു വെച്ചിരിക്കുന്നത്. ഫയറാണോ? വെറും വേസ്റ്റ് ഒരു വായിക്കൊള്ളുന്നില്ല പടം. ഞാൻ കാണുമ്പോ പടം ഹിറ്റായിരുന്നല്ലോ. ഹിറ്റ് തന്നെ തലയ്ക്കാ കിട്ടേണ്ടത്. ലോകേഷിന്റെ കരിയറിലെ ഏറ്റവും മോശം ഫിലിം. വളരെ മോശം. അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ. പിന്നെ ഞാൻ എന്തിനു വന്ന? സന്തോഷായി. അയ്യേ ലോകേഷേ, കഴിഞ്ഞിരിക്കണേ. ഇങ്ങനെ ചതിക്കുന്നു കരുതിയില്ലായിരുന്നു. എങ്ങനെ ഉണ്ടാളിയാ? ഗംഭീരമായിരുന്നു. താങ്ക് യു. പേട്ട, അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ജയിലറിലെ സീന്, അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് വരുമ്പോ അണ്ണാത്ത സീന്. അസഹനീയമായ ഒരു ബോംബ് ചിത്രമായി മാറിയിരിക്കുകയാണ്. തൽക്കാലം ഇത്രയും മതി, വരട്ടെ.